കൃത്യമായ ഒരു ഇടപെടൽ നടന്നിട്ടില്ല. കൃത്യമായി ഇയാളെ നോക്കിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ രീതി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അയാൾ ചാടുന്ന സമയത്ത് ഈ ജയിലിൻ്റെ ഈ സെല്ലിൻ്റെ കമ്പി അറുത്തുകൊണ്ടാണ് ഇയാൾ ജയിൽ ചാടുന്നത്. കമ്പി അറുത്ത് ജയിൽ ചാടുന്ന ആൾ, അതായത് 2 ദിവസം ഇയാളുടെ കയ്യിൽ ആക്സോ ബ്ലേഡ് ഇയാൾ സൂക്ഷിച്ചിരുന്നു. ഈ കമ്പി അറുക്കുന്നതിന് വേണ്ടിയുള്ള 2 ദിവസം കൊണ്ടാണ് ഈ കമ്പി അറുത്തത്. പിന്നീട് ഈ കമ്പി അറുത്തതിന് ശേഷം ഇയാൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ജയിലിനകത്ത് തന്നെ വെള്ളം സൂക്ഷിക്കാൻ കരുതിയിരുന്ന ഡ്രമ്മിൽ ചവിട്ടിക്കൊണ്ട് അവിടുത്തെ ഒരു ചെറിയ മതിൽ ചാടി ഇയാൾ ക്വാറന്റൈൻ വിഭാഗത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ക്വാറന്റൈൻ ഭാഗത്തേക്ക് എത്തിയ ഗോവിന്ദച്ചാമി പിന്നീട് ആ ക്വാറന്റൈൻ സെല്ലിൽ സൂക്ഷിച്ചിരുന്ന പുതപ്പും കമ്പിളിയും കൈക്കലാക്കുന്നു. അവിടെ നിന്നും ഇയാൾ ജയിലിനോട് ചേർന്നുള്ള ഒരു മരത്തിലെത്തുകയാണ്. ആ മരം വഴി മുകളിലെത്തിയ ശേഷം പിന്നീട് ഈ കമ്പിളിയും പുതപ്പും കെട്ടിയാണ് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. ഒരു കാര്യം ഉദ്യോഗസ്ഥർ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഇയാൾക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഇയാൾക്ക് കൃത്യമായ ഒരു സഹായം ലഭിച്ചിട്ടുണ്ട്. അത് ആരുടെയാണ് എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ ആയുധങ്ങൾ ഇയാൾക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇതെല്ലാം സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിൽ DGPയും DIGയും എല്ലാം കണ്ണൂർ ജയിലിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഗോവിന്ദച്ചാമിയെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിട്ടത് കൊണ്ട് തന്നെയാണ് ഇയാൾ ആ ജയിൽ ചാടിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, അത് തന്നെയാണ് സഹന, തന്നെയാണ്. കാരണം കണ്ണൂരിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ പ്രതി, അതായത് ഗോവിന്ദച്ചാമി, ഈ പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണെന്ന് വിചാരണ കോടതി അടക്കം പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഒരു കോടതിയുടെ പരാമർശം അടക്കം നിലനിൽക്കുന്ന ഒരു പ്രതിയാണ്. സഹിൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ സ്വതന്ത്രമായി വിഹരിക്കാൻ ജയിൽ അധികൃതർ തന്നെ ജയിലിനുള്ളിൽ അവസരം നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇയാൾക്ക് ഇപ്പോൾ ജയിൽ ചാടാൻ കഴിഞ്ഞത്. ഈ വിഷയത്തിൽ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വിവാദത്തിന്റെ സമയമല്ല. പരമപ്രധാനമെന്ന് പറയുന്നത് പ്രതിയെ പിടികൂടുക എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും പറയുകയാണ്, അവിടെ ഒരു വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതും ഗോവിന്ദച്ചാമിയെ പോലെ ഇത്രയും വലിയൊരു ക്രിമിനൽ, ഒരു കൊടും ക്രിമിനൽ ആ ജയിൽ ചാടണമെങ്കിൽ അവിടെ ദിവസങ്ങൾ നീണ്ട ആസൂത്രണം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ആഴ്ചകളും മാസങ്ങളും നീണ്ട ആസൂത്രണം ഉണ്ടായിരുന്നിരിക്കാം. അതിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിച്ചിരിക്കാം. ഇനി ആര്, എന്ത്, എങ്ങനെ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്.